ഓക്കെ, ഇത് CHSL 2024 ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻസ്റ്റാൾമെന്റിനെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ പറയുന്നത് രഹാന ഒരു സ്കൂട്ടിയാണ്. സ്കൂട്ടി 40,000 വരെയാണ് അത് വാങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ ഷോപ്പ് കീപ്പറുമായിട്ട് ഡീൽ ഉറപ്പിച്ചിട്ട് 25,000 രൂപ ക്യാഷ് ഡൗൺ പേയ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ് കൊടുത്തു. എന്നിട്ട് 4,000 വെച്ച് ഓരോ 4 മാസം കൂടുന്തോറും അടച്ച് ഇത് തീർത്ത് ഐറ്റം വാങ്ങി എന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ 40,000 ആയിരുന്നു, 25,000 കൊടുത്തു. ഇനി അപ്പൊ പെൻഡിങ് കൊടുക്കാനുള്ളത് 15,000 ആണ്. 15,000 എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 40,000 നിന്ന് 25,000 കുറച്ചാൽ മതി. ഓക്കെ, നമ്മൾ ഡ്യൂ ഡെപ്റ്റ് അതുപോലെ തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇൻസ്റ്റാൾമെന്റിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ല എങ്കിൽ അതിന്റെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഓക്കെ, അപ്പൊ ഇതേ 15,000 തന്നെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ കടക്കാരന് ഒരു ലാഭമില്ല. അപ്പൊ എന്ത് ചെയ്യും? കടക്കാരൻ ഇതിനൊരു ഇൻട്രസ്റ്റ് വെക്കും, അല്ലേ? ഇൻട്രസ്റ്റ് വെക്കും. ഓക്കെ, ആ ഇൻട്രസ്റ്റ് 6% ആണ്. ഓക്കെ, ദെൻ അത് മന്ത്ലി ആണ്. അതുകൊണ്ട് 12. ഓക്കെ, ദെൻ എന്നിന്റെ വാല്യൂ നമ്മൾ 4, കാരണം ഇവൻ 4 മാസമായിട്ടാണ് ഇവൻ അടച്ചു തീർക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്നിന്റെ വാല്യൂ എന്തായിട്ട് എടുക്കും? 4 ആയിട്ട് എടുക്കും. കാരണം 4 മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ആയിട്ടല്ലേ അടയ്ക്കുന്നത്. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ഡ്യൂ ഡെപ്റ്റ് ആയിട്ട് വരുന്നത്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പഠിച്ചിട്ടുള്ള ഡ്യൂ ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും ഡ്യൂ ഡെപ്റ്റ് ആയിട്ട് വരുന്നത്. ഇത് 4 ഇൻസ്റ്റാൾമെന്റ്, 4,000 എന്നുള്ള 4 ഇൻസ്റ്റാൾമെന്റ് വെച്ച് അടച്ചു തീർത്തു. ദെൻ ആ ഇൻസ്റ്റാൾമെന്റിന് ഒരു 6% ഇൻട്രസ്റ്റ് കിട്ടും. അവിടെ മന്ത്ലി ആയതുകൊണ്ട് ബൈ 12. ദെൻ മറ്റേ സീരീസ് 3 + 2 + 1. ഓക്കെ, ഇതെങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ ഡയറക്റ്റ്ലി ഫോം ആകണമെന്ന് നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ദെൻ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 6ന്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇവിടുന്ന് 0 0 ക്യാൻസൽ ചെയ്യാം. 4 × 3 12, സോ 50. ഓക്കെ, ഇവിടെയാണെങ്കിൽ ഇവിടെ ഒരു 100 ഉണ്ട്, പെർസെൻറ്റേജിൻ്റെ 100 ഉണ്ട്. ഓക്കെ, 0 0 ക്യാൻസലായി. ഇവിടെയാണെങ്കിൽ 6 വരും, 6ഉം 12ഉം കൂടി ക്യാൻസൽ ചെയ്ത് 2 വരും, 20. ഓക്കെ, ദെൻ 15,000 + 50R 16,000 + 20R. ദെൻ 30R = 1000 എന്ന് പറഞ്ഞു കിട്ടും. പിന്നെ ആറിൻ്റെ വാല്യൂ 100/3 എന്ന് പറഞ്ഞു കിട്ടും. 33.33. ഇതാണ് ഒരു രീതി, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു രീതി. ഇത് ഡ്യൂ ഡെപ്റ്റ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഡ്യൂ ഡെപ്റ്റിന്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇനി വേറൊരു രീതി എന്ന് പറയുമ്പോൾ നമുക്ക് 15,000 ആണ് കൊടുക്കാനുള്ളത്, അല്ലേ? ആക്ച്വലി 15,000 ആണ് കൊടുക്കാനുള്ളത്. 4 മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് 4,000 വെച്ച് 16,000 കൊടുത്തു. അപ്പൊ നമുക്ക് പറയാം ഇവിടെ ഒരു 1,000 എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. പക്ഷെ അതൊരിക്കലും നമുക്കറിയാം SI എന്ന് വെച്ച് കഴിഞ്ഞാൽ PNR/100 ആണെന്നറിയാം. ഓക്കെ, അതിൽ പ്രിൻസിപ്പിൾ എപ്പോഴും നമുക്ക് സം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ, അതിൽ SI കിട്ടി, സിമ്പിൾ ഇൻട്രസ്റ്റ് 1,000 എന്ന് പറഞ്ഞു കിട്ടി. അതിൽ നമുക്ക് 15,000 എടുക്കാൻ പറ്റത്തില്ല. കാരണം ഓരോ തവണയും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ആദ്യം 15,000 കൊടുക്കാനുണ്ടായിരുന്നു, അപ്പം ഞാൻ കൊണ്ടുപോയി ഒരു 4,000 കൊടുത്തു ഒരു മാസം കഴിഞ്ഞിട്ട്. ദെൻ 11,000 ഇനി എനിക്ക് കൊടുത്താൽ മതി. അപ്പോൾ ആ 11,000ത്തിന് ഇൻട്രസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഒരു 4,000 കൊണ്ട് കൊടുത്തു, അപ്പോൾ ഇനി എനിക്ക് 7,000 കൊടുത്താൽ മതി.
അപ്പോൾ ആ ഒരു 7000 അവർക്ക് ഇനി ഇൻട്രസ്റ്റ് കണക്കാക്കാൻ പറ്റൂ. പിന്നെ ഒരു 3000 ഞാൻ കൊണ്ടേ കൊടുത്തു. ഇനിയിപ്പോൾ എനിക്ക് 7000 മൈനസ് 4000, 3000 കൊടുത്താൽ മതി. ഇനി ആ 3000 ഇൻട്രസ്റ്റ് കണക്കാക്കാൻ പറ്റും. അപ്പം ഞാൻ കൊണ്ട് 4000 കൊടുത്തു, എല്ലാ അടവും തീർന്നു. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇവിടെ 1000 എന്ന് പറയുന്നത്, അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പിക്ക് പകരം നമ്മൾ ഇതിൻ്റെ എല്ലാം സം എടുക്കണം. കാരണം ഓരോ തവണയും എന്ത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 36,000 എന്ന് പറഞ്ഞു കിട്ടും. 36,000 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, എന്ന് ഒറ്റ സ്ട്രെച്ചിൽ അടച്ചു തീർക്കുകയെന്ന് വിചാരിക്കുക. സോ 1. ദെൻ അവിടെയും നമ്മൾ മന്ത്ലി ആണ് അടച്ചത്. ഓരോ മന്തായിട്ടല്ലേ ഈ 4000 അടച്ചത്. സോ 1/12 എന്നെടുത്തു. ദെൻ R/100. ഓക്കെ, ഇനി ക്യാൻസൽ ചെയ്യാവുന്നതെല്ലാം ക്യാൻസൽ ചെയ്ത് വിടുക. 0 ക്യാൻസൽ ആയിപ്പോയി. 12, 3, 100. ആറിൻ്റെ വാല്യൂ 100/3. ആറിൻ്റെ വാല്യൂ 100/3. സോ 100/3 എടുത്തു കഴിയുമ്പോൾ 33.3. നമ്മുടെ ആൻസർ ഓപ്ഷനകത്തുണ്ടായിരുന്ന 33 ആയിരുന്നു. സോ ഫൈനൽ ആൻസർ 33.3. ആൻസർ ഓപ്ഷനിലുണ്ടായിരുന്ന 33 ആയതുകൊണ്ട് 33 ആയിരിക്കും ഫൈനൽ ആൻസർ.